സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിഴച്ചുപോയി എന്ന് റാഫിളത്ത് പറഞ്ഞു. മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അതിന്റെ കാരണം പറയുന്നു ഫത്ഹുൽ ബാരിയിൽ. എന്താണ് കാരണം? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങൾ ചെയ്തു കാണിക്കാത്തൊരു കാര്യം ചെയ്തു. അതെന്താണ്? ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ 2 ചട്ടയുടെ ഉള്ളിലായി പൂർണ്ണമായി എഴുതി വെച്ചു. നബി തങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് മുഹമ്മദ് നബി തങ്ങൾ ചെയ്യാത്തൊരു നല്ല കാര്യം ചെയ്തത് കൊണ്ട് സിദ്ദീഖുൽ അക്ബർ പിഴച്ചു എന്ന് റാഫിളത്ത് വിധി എഴുതി. എന്നാൽ അത് ചെയ്യുന്ന കാലത്ത് തന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് ചോദിക്കുകയും മഹാനവറുകൾ അതിന് മറുപടി പറയുകയും അത് സർവ്വ സഹാബികളും അംഗീകരിക്കുകയും ചെയ്തതാണ്. കൈഫ നഫ്അലു മാ ലം യഫൽഹു റസൂലുള്ളാഹി, റസൂലുള്ളാഹി ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമോ ഉമറേ? അപ്പോഴാ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ മറുപടി ഇന്ന ഹാദാ ലവല്ലാഹി ഖൈർ, ഇത് ഖൈറായ കാര്യമാണ്, വല്ലാഹി ഖൈറാണ്. ഖൈറായ കാര്യം നബി തങ്ങൾ ചെയ്തു കാണിക്കണമെന്നില്ല. പരിശുദ്ധ ഖുർആൻ ഓതി പഠിപ്പിച്ചതല്ലേ, ഒരണുമണി തൂക്കം ഖൈറായത് ചെയ്താൽ അതിന്റെ ഗുണം കിട്ടും. വല്ല ഖൈറും ചെയ്താ പടച്ചവന്റെ അടുക്കൽ അതിന്റെ പ്രതിഫലം കിട്ടും. അതേ നിങ്ങൾ ഖൈറായത് ചെയ്തോടൂ, നിങ്ങൾ വിജയിക്കും. അപ്പൊ ഖൈറായത് നബിതങ്ങൾ ചെയ്തു കാണിക്കണം എന്നില്ല. നബിതങ്ങൾ ബുഖാരി പോലത്തെ ഒരു ഹദീസിന്റെ കിതാബ് എഴുതിയോ? ഇല്ല. ബുഖാരി വിട്ടുകളാണോ? വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശാഫി ഇമാം പോലെ കിതാബ് റിസാലയോ കിതാബുൽ ഉമ്മോ എഴുതിയിരുന്നു? ഇല്ല. അതുകൊണ്ട് കിതാബിന്റെ ചുട്ടുകളാണോ എന്ന് ആർക്കും പറഞ്ഞോ? ഇല്ല. നബിതങ്ങൾ ചെയ്യാത്ത നല്ല കാര്യങ്ങൾ ചെയ്തുകൂടാ എന്ന് ആര് പറഞ്ഞു? അത് എവിടുന്ന് കിട്ടിയതാണ്? ഇബ്ലീസിന്റെ വഹിയല്ലേ അത്? അള്ളാന്റെ വഹിയിൽ അങ്ങനെ ഇല്ലല്ലോ. നബി തങ്ങൾ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഈ മുജാഹിദ് മൗലവിമാർക്ക് വഹി വരുന്നത് ഇബ്ലീസിന്റെ വഹിയാണ്. നല്ല കാര്യങ്ങളൊന്നും നബി തങ്ങൾ ചെയ്തിട്ടില്ലേ? ചെയ്തുകൂടാ. അത് അവർക്ക് ആ വഹി ഇട്ടുകൊടുത്ത കക്ഷികളാണ് റാഫിളത്ത്. സിദ്ദീഖുൽ അക്ബർ പിഴച്ചുപോയി, ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചുപോയി എന്ന കക്ഷികൾ. ഉമർ ഇബ്നുൽ ഖത്താബ് പിഴച്ചതിന് വേറൊരു കാരണം കൂടി പറഞ്ഞു റാഫിള്. എന്താണ്? 20 റക്അത്ത് തറാവീഹ് റമദാനിൽ എല്ലാ രാത്രിയും നിസ്കരിക്കാൻ ഓർഡറാക്കി സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ തന്നെ അതിൽ പങ്കെടുക്കുകയും അങ്ങനെ 20 റക്അത്ത് വിത്റും 20 റക്അത്ത് തറാവീഹും 3 റക്അത്ത് വിത്റും സഹാബത്ത് ഒന്നടങ്കം നിസ്കരിച്ചു. അത് സഹീഹായ ഹദീസിൽ വന്നതാണെന്ന് ഇമാം നവവിയും ഇമാം സുയൂത്തിയും എല്ലാ ഇമാമിങ്ങളും പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം ശാഫിഈ, ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ 4 ഇമാമിങ്ങളും പറഞ്ഞു തറാവീഹ് 20